ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഒരു സിൽക്കി ഗോൾഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. വണ്ടി ഇത് ഇവിടെ കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ വണ്ടി വന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു 2013 വണ്ടിയായിരുന്നു. 2013 വണ്ടി ടൈപ്പ് 3 മോഡൽ വണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ടൈപ്പ് 4 ആയിരുന്നില്ല, ടൈപ്പ് 3 മോഡൽ വണ്ടിയായിരുന്നു. സെയിം സിൽക്കി ഗോൾഡ് വണ്ടിയായിരുന്നു. കസ്റ്റമർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്യുക, അതായത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക വണ്ടി ടൈപ്പ് 4ലേക്ക്. അതേപോലെ തന്നെ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്യുക. ഫുൾ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ കളർ ചേഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട. നിലവിൽ സിൽക്കി ഗോൾഡ് ആയിരുന്നു, സിൽക്കി ഗോൾഡ് തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലോയ് വീലിന് കംപ്ലയിൻറ്റ് ചിലപ്പോൾ എടുത്ത് കാണിക്കാം, ആ ഭാഗത്ത് എടുത്ത് കാണിക്കാം. അതുകൊണ്ട് തന്നെ കസ്റ്റമർ പറഞ്ഞു അലോയ് വീലും 4 എണ്ണം അല്ല 5 എണ്ണം സെയിം കളർ എങ്ങനെയാണ് വരുന്നത് ആ സെയിം കളർ തന്നെ അടിച്ച് ഫിനിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാന്നുള്ള രീതിയിൽ വന്നാണ് ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വണ്ടി ഫുള്ളായിട്ട് ബോഡി ഷേപ്പിങ് കാര്യങ്ങളൊക്കെ എടുത്ത് ബോഡി ചെറുതായിട്ട് ചെറിയ ഡെൻറ്റുകൾ ഉണ്ടായിരുന്നു. തുരുമ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ ചെറിയ ഡെൻറ്റുകൾ റൂഫും ഉണ്ടായിരുന്നു, സൈഡ് ഡോർമ ഉണ്ടായിരുന്നു, അതേപോലെ ക്വാർട്ടർ പാനലുമൊക്കെ ഉണ്ടായിരുന്നു. ആ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ബോഡി ഫില്ലർ ഡെൻറ്റിങ് ചെയ്തതിന് ശേഷം ബോഡി ഫില്ലർ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്ത് ഫുള്ളും നമ്മൾ 1K പ്രൈമർ അപ്ലൈ ചെയ്തു. 1K പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്തു. സിൽക്കി ഗോൾഡ് പെയിൻറ്റ് ഫുള്ളായിട്ട് ചെയ്തു. അതിനുശേഷം ഫ്രണ്ടിലെ ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ ബാക്കിലെ ബമ്പർ റീപ്ലേസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ബമ്പർ സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ചെയ്യുന്ന വഴി ബമ്പർ പിന്നീട് നമുക്ക് അഴിക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കസ്റ്റമറോട് വിളിച്ച് ചോദിച്ചു, വണ്ടി നിലവിൽ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ബമ്പർ, അപ്പോൾ അത് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓക്കെ റീപ്ലേസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കിലെ ബമ്പർ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ സൈഡിലെ സ്കർട്ടിങ് ഒരു സൈഡിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. അതും നിലവിൽ സ്ക്രൂ ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ അത് സ്ക്രൂ ചെയ്യുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല, പക്ഷേ നമുക്ക് പിന്നീട് അയക്കണില്ലല്ലോ. അതാണ് അത് ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു. 2 സ്ക്രൂ അടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും അറിയാത്ത രീതിയിൽ അത് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സിൽക്കി ഗോൾഡ് ഇന്നോവ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പെയിൻറ്റിങ്ങിന് വന്നിരിക്കുന്ന ചാർജ് 45,000 രൂപയാണ്. അലോയ് വീല് പെയിൻറ്റിങ് ചെയ്തതിന് ഒരു വീലിന് 1500 വെച്ച് 5 വീല് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ സിൽക്കി ഗോൾഡ് പെയിൻറ്റ് ചെയ്ത് അലോയ് വീലൊക്കെ പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ വണ്ടിയൊക്കെ മൊത്തത്തിൽ തന്നെ ഒരു പുതുമ ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടി ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യണ ഒരു പോലീസ് ഓഫീസറുടെ വണ്ടിയാണ്. ആളിവിടെയല്ല, തമിഴ്നാട് ബേസ്ഡ് വർക്ക് ചെയ്യണ ഒരു പോലീസ് ഓഫീസറാണ്. പിന്നെ ഇന്നറിലുള്ള അണ്ടർ ബോഡി കോട്ടിങ് കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പുതിയതാകും. പക്ഷേ അണ്ടർ ബോഡി കോട്ടിങ് ഇനി നമ്മൾക്കിപ്പോൾ ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അണ്ടർ ബോഡി കോട്ടിങ് ഒരു 3 മന്ത് കഴിഞ്ഞ് ചെയ്യണതായിരിക്കും നല്ല ഐഡിയ. അപ്പോൾ തന്നെ പെയിൻറ്റ് ചെയ്താൽ പെയിൻറ്റുമ്പോൾ പാറി പിടിച്ച് പെയിൻറ്റ് കംപ്ലയിൻറ്റ് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ് ഒന്നില്ലെങ്കിൽ പെയിൻറ്റിന് മുമ്പ് അടിക്കാം, അതല്ലെങ്കിൽ പെയിൻറ്റ് കഴിഞ്ഞ് 3 മന്ത് കഴിഞ്ഞിട്ടൊക്കെ അടിക്കാം. ആ വാക്സ് അപ്ലൈ ചെയ്യണ ആ ടൈമിലൊക്കെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ടൈപ്പ് 3 വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് റീപ്ലേസ് പാർട്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ബമ്പർ നമ്മൾക്ക് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ബമ്പർ അതേപോലെ തന്നെ ഗ്രില്ല് ഫോഗ് ലാമ്പ് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു. ഹെഡ്ലൈറ്റ് ഓണാണ്.
ബമ്പറും ഗ്രില്ലും സാധനങ്ങൾ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ. ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കസ്റ്റമർ ഡെപ്പോൻ്റെ ഹെഡ്ലൈറ്റ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു കാണാൻ ഭംഗിക്കുറവ് കാരണം, അതായത് ചെറിയ മങ്ങലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ 2 ഹെഡ്ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ ഫോഗ് ലാമ്പ് ചേഞ്ച് ചെയ്തു. ബാക്കിൽ വരുന്ന ഡിക്കിയുടെ ക്രോം നമ്മൾ ചേഞ്ച് ചെയ്തു. കാരണം ഡിക്കി ക്രോം ടൈപ്പ് 3ക്ക് ചെറിയൊരു ഡിക്കി ക്രോം വേറെ റിഫ്ലക്റ്റ് ഒന്നും ഇല്ലാത്തത്, അത് ചേഞ്ച് ചെയ്ത് ടൈപ്പ് 4ൻ്റെ ഡിക്കി ക്രോം ആഡ് ചെയ്തു കേട്ടോ.